ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുകയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. വളരെ ചെറിയൊരു അമ്പലമാണ്. അതിശയമംഗലം ദേവീക്ഷേത്രം എന്നാണ് പേര്. അപ്പം ഈ ഒരു അമ്പലത്തിലെ ഉത്സവ കാഴ്ചകൾ വളരെ കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അപ്പം നമ്മുടെ താന്ത്രിക പൂജകൾ, അതായത് നമ്മുടെ കുതിരയെടുപ്പ് ദിവസത്തെ താന്ത്രിക പൂജകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ നാഗത്താന്മാർക്കുള്ള പൂജകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെ കഥകളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഥകളിയെ പറ്റി പറയുകയാണെങ്കിൽ മിക്കവാറും ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ കഥകളി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതോ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ കഥകളിയെ പറ്റി പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഇതിനോടുള്ളൊരു ആസ്വാദനം, അറിവൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ കാണുകയും ചെയ്യും. പിന്നെ ഈ ഒരു കഥകളിയിൽ ഇവിടെ അവതരിപ്പിച്ചതിൽ നമുക്ക് ആട്ടം, കഥയറിയാതെ ആട്ടം കാണേണ്ട ആവശ്യമില്ല. കാരണം കഥയൊക്കെ ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞൊക്കെ തന്നാണ് ഈ ഒരു കളി അവർ കളിക്കുന്നത് ആരെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥകളിയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കഥ അറിയാൻ വയ്യാത്തവർക്ക് കഥ പറഞ്ഞു കൊടുത്ത് ആ കഥയുടെ കളിക്കുമ്പം അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഒരു ആംബിയൻസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ശ്രീ ഭൂതനാഥ ക്ഷേത്ര കഥകളി സംഘമാണ് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന അമ്പലമാണ് നമ്മുടെ അതിശയമംഗലം ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം പുഷ്പാലങ്കാരമൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുതിരയെടുപ്പ് ദിവസമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ദപ്പൂട്ടം നിൽക്കുന്ന ഈ ഒരു കുതിരയാണ് എൻ്റെ അച്ഛൻ കെട്ടിയ ആ കുതിരയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് പുറമേ 2 കുതിരകൾ വേറെ നമ്മുടെ അതിശയമംഗലം ക്ഷേത്രത്തിലുണ്ട്. അപ്പം ഈ കാണുന്നതാണ് കുതിരപ്പന്ത് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുതിരപ്പന്ത് ക്ഷേത്രത്തിലോട്ട് അതിശയമംഗലം ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പം താലപ്പൊലിയും മുത്തുക്കുടയും ചെണ്ടമേളവും ഗജവീരനും ഒക്കെ ആയിട്ട് വരും, എഴുന്നള്ളത്ത് വരും. ആ ഒരു എഴുന്നള്ളത്ത് വരും. അപ്പം വന്നിട്ട് ഇവിടെ നിന്നും ഈ താലപ്പൊലിയും ഒക്കെ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള ആളുകൾ, അതായത് നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാരെല്ലാവരും കൂടെ വന്ന് ഈ അതിശയമംഗലത്തിൽ തിരിച്ച് എത്തി അതിനുശേഷമാണ് കെട്ടുകുതിരയെടുപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് കുതിരയെടുപ്പിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മുടെ കമ്മിണിമോളുടെ ആദ്യത്തെ കുതിരയെടുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ആദ്യത്തെ കുതിരയെടുപ്പല്ല, ആദ്യത്തെ താലപ്പൊലിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം അവൾ വളരെ പൊടിയല്ലായിരുന്നു, അപ്പം താലപ്പൊലിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കുതിരയെടുപ്പിന് പോയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ എഴുന്നള്ളത്ത് പോയി കണ്ടു, തിരിച്ച് വീട്ടിൽ വന്നു, അത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവളെയും കൊണ്ട് ഒന്ന് താലപ്പൊലി എടുപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എടുപ്പിച്ചു. വളരെ സന്തോഷമായി, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചത് അവൾ കോപ്പറേറ്റ് ചെയ്യില്ലെന്നാണ്, പക്ഷേ അവൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അവൾ ആ തട്ടമൊക്കെ പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ കുതിരയെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ നാട്ടുകാർ കുതിരയെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ചേട്ടന്മാരും മാമന്മാരും ഒക്കെ വളരെ നന്നായിട്ട് കുതിരയെടുത്ത് അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. വളരെ മനോഹരമായി അവസാനിപ്പിച്ചു. ഒരു വർഷത്തിന് ശേഷം അടുത്ത കുതിരയെടുപ്പിന് നമുക്ക് കാണാം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് എല്ലാവരും അന്നത്തെ ദിവസം പിരിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കുതിരയൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ, ആ ഒരു കുതിരയൊക്കെ. പിന്നെ ഈ ഒരു ചെറിയ കുതിരപ്പന്തിയിലെ കുതിര എൻ്റെ അച്ഛനാണ് കെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷമായിട്ട് അച്ഛൻ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒരു സ്പെഷ്യലാണ്. എത്ര എന്ത് പറഞ്ഞാലും നമുക്കൊരു സ്പെഷ്യലാണ്. അച്ഛൻ ഉണ്ടാക്കുന്ന കുതിരയെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യലാണല്ലോ അത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കുതിരയുടെ കാര്യം. അപ്പോൾ ആ ഒരു കുതിരയാണ് നമ്മൾ കുതിരപ്പന്തിയിൽ തിരിച്ച് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അതിശയമംഗലം ദേവീക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. പിന്നെ ഇത് കൂടാതെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു അവിടെ, പ്രോഗ്രാംസിന് നാടകം. പിന്നെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇല്ലാത്തത്. നാടകം ഇവിടുന്ന് അമ്മയും വല്യമ്മയൊക്കെ ഉത്സവത്തിന് വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കുറച്ച് ദിവസങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. ഉത്സവമൊക്കെ ആകുമ്പോഴാണല്ലോ കുറച്ച് നമുക്ക് നാട് ഉണരുന്നതെന്ന് പറയുന്നത്. ഒരു ഉത്സവം വരുമ്പോഴാണല്ലോ സത്യം പറഞ്ഞാൽ.
നാട്ടിലുള്ള ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഉള്ളവർ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഓണം ഉത്സവമൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാ വീടുകളിലും ചിലപ്പോൾ വിരുന്നുകാരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉത്സവം ഓണം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സമയം എന്ന് പറയുന്നത് ഓണത്തെക്കാളും ഉത്സവ സമയമാണ്. ഉത്സവത്തിനൊക്കെ നമുക്ക് ഈ പറമ്പിലൊക്കെ ഇങ്ങനെ പോവാം, ബലൂണും അങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ കാണുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണ് സത്യം പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് നമ്മൾ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു നൊമ്പരമാണ് നാട്ടിലില്ലാത്തവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. ഇതിനൊക്കെ പുറമേ നമ്മുടെ ഊരു ചുറ്റി എഴുന്നള്ളത്തുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിൻ്റെ തലേ ദിവസം പൊങ്കാല ഉണ്ടായിരുന്നു ദേവിക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അച്ഛനൊക്കെ കുതിര ആറാടിക്കുന്നു. അപ്പോൾ അത് വളരെ ചെറിയൊരു കുതിരയാണ് കേട്ടോ, എന്നാലും വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം നല്ല വെയിറ്റ് ഉണ്ട് അതിന്. എങ്കിലും നമ്മളെ വലിയ കുതിരയോളം വരത്തില്ല, എങ്കിലും നമുക്ക് അറിയാമല്ലോ, കൊച്ചുങ്ങളൊക്കെ ചെറിയ ആൾക്കാരല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ കുതിരയെടുപ്പ് മഹോത്സവം അവസാനിച്ചിരിക്കുകയാണ്. ദേശത്തിന്റെ ദേശീയ ഉത്സവം അതിശയമംഗലത്തമ്മയുടെ തിരുനാൾ, തിരുവുത്സവം, വ്രതം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ എഴുത്തുകുതിര എഴുന്നള്ളത് ഇതാ ദേവിയുടെ പ്രദക്ഷിണത്തിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇത് ഈ നാടിന്റെ ആഘോഷം, ഇത് ഉടയനൂരിന്റെ ആഘോഷം. ജാതി മതത്തിലേക്കും എല്ലാം അതീതമായി ഈ നാടിന്റെ തിരുവുത്സവത്തിന് മാറ്റം കൂട്ടിക്കൊണ്ട് എല്ലാവരും ഒരേ മനസ്സായി നിന്നുകൊണ്ട് ഓടിയെത്തിക്കൊണ്ട് ഓടുകൊടുക്കുന്ന ഭദ്രശുദ്ധിയുള്ള ഭക്തജനങ്ങൾ അതിൽ ഉടയന്റെ ഉദ്ദേശത്തിന്റെ ദേശമാകേണ്ട സംസ്കാര കാലം മുതൽ ഈ നാടിന് സർവ്വചൈതന്യങ്ങളും പ്രദാനം ചെയ്യുന്ന അതിശയമംഗലദേവിയുടെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ എഴുത്തുകുതിര എഴുന്നള്ളത്ത് മഹോത്സവം ദേവിയുടെ പാദപാർശ്വങ്ങളിൽ പാതാരവിന്ദങ്ങളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തോട് തെക്കൻ ഗുജറാത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗജരാജകേശ്വരി പുത്തൻകുളം ഈശ്വരനെ അകമ്പൂരിയോടുകൂടി ആ രണ്ടാമത്തെ എട്ടുകുതിര മുന്നോട്ട് പോയി ആ വലിയ എട്ടുകുതിരയ്ക്ക് എതിരായി പോകണമെന്നിരിക്കും. നമ്മുടെ ശ്രദ്ധിക്കുക, ഇത് ചെറിയ എട്ടുകുതിര ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് മുന്നോട്ട് പോയി അല്ലെങ്കിൽ അവിടെ നിൽക്കുക. രണ്ടാമത്തെ എട്ടുകുതിര ചെറിയ കുതിര അവിടെ നിൽക്കുക. ആനപ്പുറത്ത് എഴുന്നള്ളത്തും വലിയ എട്ടുകുതിരയും മുന്നോട്ട് പോയ ശേഷം ചെറിയ കുതിര വലിയ കുതിരയുടെ പിറകെ എഴുന്നള്ളിക്കുന്നതാണ്. പാലക്കാട് പ്രദേശത്തിൽ ഇത് നാടിന്റെ തിരുവുത്സവം തിരുവുത്സവം വ്രതം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകുതിര എഴുന്നള്ളത്ത് മഹോത്സവം ഇതാ ദേവിയുടെ പാദപാർശ്വങ്ങളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്താൽ നടക്കുകയാണ്. ഈ ആനപ്പുറത്ത് എഴുന്നള്ളത്തൊക്കെ കാണാൻ ഒരു ചന്തമാണല്ലോ. ആനയുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുമെങ്കിലും ഈ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളത്തില്ലെങ്കിൽ നമുക്ക് ഉത്സവം എന്ന് പറയുന്നത് ആനയാണ് അതിലെ എല്ലാം എന്ന് പറയുന്നത്. ആനയെ കാണാനാണ് ഭൂരിഭാഗം വരുന്നത് തന്നെ. അപ്പം ആനയുടെ കണ്ണിൽ നിന്നും വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന കരയുവാണോ എന്തോ. അപ്പോൾ അമ്മയൊക്കെ ഇരുന്ന് പറയുകയാണ് ആന കരയുകയാണെന്ന്, അതിന് നടന്ന് ക്ഷീണിച്ചിട്ട് കരയുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണോ? ആർക്കെങ്കിലും അതേപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തെ എട്ടുകുതിര മുന്നോട്ട് പോയി ആ വലിയ എട്ടുകുതിരയ്ക്ക് എതിരായി പോകണമെന്നിരിക്കും. നമ്മുടെ ശ്രദ്ധിക്കുക, ഇത് ചെറിയ എട്ടുകുതിര ആനപ്പുറത്ത് എഴുന്നള്ളത്തിന് മുന്നോട്ട് പോയി അല്ലെങ്കിൽ അവിടെ നിൽക്കുക. രണ്ടാമത്തെ എട്ടുകുതിര ചെറിയ കുതിര അവിടെ നിൽക്കുക. തിരുവുത്സവം വ്രതം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകുതിര എഴുന്നള്ളത്ത് മഹോത്സവം
സാന്നിധ്യത്താൽ കിടക്കുകയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉത്സവ കാഴ്ചകളൊക്കെ. അപ്പോൾ ഉത്സവം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.